മഹാനായ ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തോട് കുറച്ച് യുക്തിവാദികള്, നിരീശ്വരവാദികള് അക്കാലത്ത് പടച്ചോനുണ്ടോ അല്ലേ എന്ന് സ്ഥാപിക്കാൻ വേണ്ടി സംവാദത്തിന് വിളിച്ച്. അപ്പോ ഇമാം അബൂ ഹനീഫ പറഞ്ഞാൽ റെഡിയാണ്. അന്നാ ഒരു ടൈമൊക്കെ ഫിക്സ് ചെയ്യണം എന്നാണ്. ടൈമൊക്കെ ഫിക്സ് ചെയ്ത് യുക്തിവാദികൾ വലിയ ചെറുല്ല, എല്ലാ കാലത്തും അങ്ങനെയാണ്. നമ്മളെ ഇ എ ജബ്ബാർ ചുരറങ്ങി വന്ന മാതിരിയാണ് വന്ന് ജനുവരി 9 മനസ്സിലായില്ലേ? പിന്നെ എന്താ ഉണ്ടായത് എന്നുള്ളത് നമുക്കറിയാലോ. ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോണില്ല. അപ്പോ ഇമാം അബൂ ഹനീഫ കുറച്ച് ലേറ്റ് ആയിട്ടാ വന്നത്. ചുരുക്കി അതാണ്, ഇമാം അബൂ ഹനീഫ കുറച്ച് ലേറ്റ് ആയിട്ടാ വന്നത്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ മിനിറ്റ് തെറ്റി വരുമ്പം തന്നെ യുക്തിവാദികൾ പറയുന്നുണ്ട് തോൽക്കുന്നു പേടിച്ചിട്ടാ, നമ്മുടെ മുമ്പിൽ പിടിച്ചിരിക്കാൻ കഴിയില്ല. അങ്ങനെയാണല്ലോ ഇപ്പൊ എല്ലാവരും ഭയങ്കര ഞെളിഞ്ഞിങ്ങനെ നിൽക്കുകയാണല്ലോ ചെയ്യുക. ഒറ്റക്കൊട്ടനെയാണല്ലോ, ദാർശനികമായൊരു ഒറ്റക്കൊട്ട് കുടഞ്ഞ് താഴെ പോവും. ചോദ്യത്തിന് പിന്നെ ഉത്തരവൊന്നും ഉണ്ടാവില്ല. അങ്ങനെ വാദിച്ച് നിൽക്കുന്നതിനിടയിലാണ് കുറച്ച് ലേറ്റ് ആയിട്ട്, ഒരു അരമണിക്കൂർ ലേറ്റ് ആയിട്ട് ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി കയറിയത്. അവർ ചോദിച്ചാൽ, അല്ല ഇമാം അവർകളെ എന്ത് പണിയത് അരമണിക്കൂർ ലേറ്റ് ആയിട്ട്? നമ്മളിവിടെ സംവാദത്തിന് നേരത്തെ കാലത്തെ വന്നിട്ട് നിങ്ങൾ എന്തേ വരാൻ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഒന്നുമില്ല, എനിക്കൊരു പുഴ കടക്കേണ്ടിയിരുന്നു ഇങ്ങോട്ട്, എനിക്ക് നീന്തൊന്നും അറിഞ്ഞൂടാ, പിന്നെ പുഴക്ക് പാലോ ഇല്ല, വഞ്ചിയില്ല, ഒന്നുമില്ല. അപ്പൊ ഞാനിങ്ങനെ ടെൻഷൻ അടിച്ചു നോക്കും. എന്റെ തൊട്ടടുത്തൊരു മരം ഉണ്ടായിരുന്നു, അത് കണ്ടിട്ട് ഇങ്ങനെ മറിഞ്ഞു വീണ്. പിന്നെ കണ്ടിട്ട് അതിന്റെ ചില്ലൊക്കെ ഇങ്ങനെ വേർപെട്ടിട്ട് അതിന്റെ തടി ഇങ്ങോട്ട് പലകയായിട്ട് ഇങ്ങോട്ട് രൂപപ്പെടുന്നതാണ് പിന്നെ ഞാൻ കാണുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം അതൊരു തോണിയായി രൂപാന്തരപ്പെട്ടു. പിന്നെ അത് മെല്ലെ എന്റെ അടുത്തേക്ക് വന്നു, ഇന്നതിൽ എടുത്തു വെച്ചു. അങ്ങനെ ഞാൻ ഇക്കരെ എത്തുകയാണ് ഉണ്ടായത്. അതിനൊരു അരമണിക്കൂർ എടുത്തിട്ടുണ്ട്. അതാണ് വിഷയം. അപ്പൊ ഈ തർക്കിക്കാൻ വന്ന യുക്തിവാദികൾ പറഞ്ഞേ, അപ്പൊ ഞങ്ങളൊരു ബുദ്ധിജീവിനോട് തർക്കിക്കാൻ വന്നായിരുന്നു. വട്ടല്ലേ, മരം മുറിഞ്ഞു മുകൂല, മരട്ട് പലയാവൂല, അതിട്ട് താനേ തോണിയാവൂല, അത് മുറിക്കണം, പലകയാക്കണം, പിന്നെ തോണിയാക്കണം. അപ്പൊ നിങ്ങൾക്ക് നല്ല സുഖല്ലല്ലേ എന്ന് ചോദിച്ചു ഇമാം അബൂ ഹനീഫയോട്. അപ്പൊ ഇമാം അബൂ ഹനീഫ പറഞ്ഞു, സൂക്കേട് എനിക്കാണോ ഉങ്ങക്കാണോ എന്ന് എനിക്കൊരു മിനിറ്റ് സമയം തരും, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇമാം അബൂ ഹനീഫ ചോദിച്ചു, ഒരു മരം താനേ മുറിഞ്ഞു വീകില്ലെന്നും ആ മരം താനേ പലകയാവില്ലെന്നും അത് തോണിയാകില്ലെന്നും സമ്മതിക്കുന്ന ഒരു ബുദ്ധി നിങ്ങൾക്കില്ലേ? ഉണ്ട്. എങ്കിലും ഈ മരം താനേ ഉണ്ടായി നിങ്ങൾ വിശ്വസിക്കോ? ഈ 7 ആകാശവും 7 ഭൂമിയും താനേ ഉണ്ടായി എന്ന് വിശ്വസിക്കോ? അപ്പൊ എനിക്കാണോ ഭ്രാന്ത്, നിങ്ങൾക്കാണോ നൊച്ചിപ്പിരാന്ത്? അത് ഞങ്ങൾക്ക് എന്നാ നൊച്ചിപ്പിരാന്ത്, നിങ്ങൾ ജയിച്ച് ഞങ്ങൾ പോവുകയാണ്. അത്രയേ ഉള്ളൂ. ദേവത്ത് എന്ന് പറഞ്ഞാൽ അത്ര സിമ്പിൾ ആയിട്ട് അതിന്റെ മുമ്പിലാണ് ഇപ്പോഴും ഒരു മുട്ടു നടക്കുന്നത്. ഇപ്പൊ നിങ്ങൾ ചിന്തിച്ചു, നിങ്ങളിൽ പലരും 2 വീലറിൽ അങ്ങോട്ട് വന്നത്, നിങ്ങളിൽ പല ആളുകളും 2 വീലറിൽ അങ്ങോട്ട് വന്ന് സമ്മതിച്ചല്ലോ. ഹെൽമെറ്റ് വെച്ചിട്ട് നമ്മൾ വരുന്നത്. ഈ ഹെൽമെറ്റിനെ കുറിച്ച് ചിന്തിച്ച അള്ളാഹുൽ വിശ്വസിക്കൽ മസ്റ്റാ. ഹെൽമെറ്റിനെ കുറിച്ച് മാത്രം ചിന്തിച്ച ഓൻ ലോകനാഥനെ അംഗീകരിച്ചിട്ടില്ല, ഓൻ പൊട്ടനാ. അതിന്റെ ബേക്കിലോ തായോ വല്ല വരയിടണമെങ്കിൽ നിങ്ങൾ ഇട്ടോളി, അത്രമേൽ വലിയ പൊട്ടനാണ്. നമ്മളിങ്ങനെ വണ്ടി ഓടിച്ചു പോകുമ്പോ 1 മീറ്റർ 1.5 മീറ്ററാണ് റോഡും നമ്മളെ തലയും. അപ്പൊ നല്ല ഹൈറ്റും വെയിറ്റും ഉള്ള ഒരാളുടെ തലയും അയാളുടെ റോഡും തമ്മിൽ 1 മീറ്റർ 1.5 മീറ്റർ വ്യത്യാസത്തിലാണ് 2 വീലറിൽ ഇരിക്കുന്ന സമയത്ത്. 2 വീലറിൽ ഇരുന്നതിന് ശേഷം നമ്മൾ തലയിലെ ഹെൽമെറ്റ് വെക്കണത്. എന്റെ ചോദ്യം, ഈ ഹെൽമെറ്റ് ഡിസൈൻ ചെയ്തത് ഒരു ബുദ്ധിയാണ്. സംശയമുണ്ടോ? നിങ്ങൾക്ക് ആർക്കും സംശയമല്ല. ഈ ഹെൽമെറ്റ് ഡിസൈൻ ചെയ്ത ഒരു വലിയ ബുദ്ധി. എന്താണ്? റോട്ടിലൂടെ പോകുന്ന 2 വീലർ വീണ തലയാണ് ആദ്യം അടിക്കുക. ആ തലയുടെ സുരക്ഷിതത്വം കണക്കാക്കി ബുദ്ധിപൂർവ്വം നിർമ്മിച്ച് അതിന്റെ ഔട്ടിലെ സ്ഥലം, അതിന്റെ ഔട്ടിൽ നല്ല ഉറപ്പുള്ള ബോഡിയാണ്, അതിന്റെ ഇണ്ണിൽ കുഷ്യനൊക്കെ വെച്ചിട്ടാണ്. കാരണം തലക്കും ചെവിക്കും ഒന്നും പരിക്ക് പറ്റരുത്. അങ്ങനെയാണ് അത് ഡിസൈൻ ചെയ്ത്. എന്റെ ചോദ്യം, ഞാനതൊരു അമ്പലത്തിൽ ചോദിച്ചിട്ട് അവിടുത്തെ പൂജാരിന്റെ കയ്യിന്റെ വിരലൊക്കെ പിടിച്ച് മുറിച്ചാലിന് അയാൾക്ക് ഇത് കൗതുകമായിട്ട്, വേറെ പ്രശ്നമൊന്നുമല്ല, എന്നോടുള്ള വെറുപ്പുകൊണ്ടൊന്നുമല്ല. കാരണം ഞാൻ അയാളോട് ആ വിഷയത്തിൽ ചോദിച്ച ചോദ്യം എത്രയേ ഉള്ളൂ, 1 മീറ്റർ താഴെ തലയടിച്ചാല് അത് അപകടമാണെന്ന് മനസ്സിലാക്കി മനുഷ്യൻ ഡിസൈൻ ചെയ്താണല്ലോ ഇത്. അങ്ങനെയാണെങ്കിൽ നല്ലൊരു തെങ്ങ്, അത്യാവശ്യമായിട്ടുള്ള ഒരു തെങ്ങിന്ന് തേങ്ങ വീണാല് ചിരട്ടി മാത്രമായിരുന്നു, അങ്ങനെ തേങ്ങന്റെ കാമ്പും ചിരട്ടി മാത്രമുള്ള ഒരു സംഗതിയാണെങ്കിൽ ഏതെങ്കിലും ഒരു തേങ്ങ മനുഷ്യന് സ്വരൂപിച്ച് കിട്ടുമോ? വല്ല പാറപ്പുറത്തോ ഉറപ്പുള്ളിടത്തോ വീണാ അത് പൊട്ടിത്തെറിച്ച് 4 ആയി വീണു. അപ്പൊ എന്റെ ചോദ്യം എത്രയേ ഉള്ളൂ, തേങ്ങക്ക് ഹെൽമെറ്റ് ഇട്ടത് ആരാണ് എന്നാണ് എന്റെ ചോദ്യം. തേങ്ങക്കൊരു ഹെൽമെറ്റ് ഇട്ടിട്ടുണ്ടല്ലോ, അതാരാണ്? ആ ബുദ്ധി പ്രവർത്തിച്ച തെങ്ങിന്റെ ഉള്ളിലെ ബുദ്ധിയാണോ, തേങ്ങന്റെ ബുദ്ധിയാണോ? തെങ്ങ് തീരുമാനിച്ചാണോ ഞാൻ നല്ല ഹൈറ്റ് ഉള്ളതാണെന്നും ഇന്റെ അടുത്തുനിന്ന് മേലേന്ന് കണ്ണിയിട്ട് താഴെ വീണ കുറച്ച് താഴോട്ട് പതിക്കേണ്ടതുണ്ടെന്നും അത് വീണ ചിരട്ട മാത്രമായ അത് പൊട്ടിപ്പോകുന്നു, അതുകൊണ്ട് അതിനൊരു ഹെൽമെറ്റ് വേണമെന്നും തെങ്ങ് തീരുമാനിച്ചാണോ എന്നൊരു ചോദ്യം. ആ ചോദ്യത്തിന് മുമ്പില് അരിയാഹാരം കഴിക്കുന്ന ആരാ ഒന്ന് പകച്ചു നിൽക്കലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പൊ ഇത്ര ഷാർപ്പായിട്ട് തെങ്ങുമെന്ന് വീകുന്നതിന് നിങ്ങൾ ശ്രദ്ധിച്ചോ?
ഓരോ സൃഷ്ടിയും എവിടെയാണോ ജീവിക്കുന്നത് അതിനനുയോജ്യമാണ്. അപ്പൊ മനുഷ്യനാണെങ്കിൽ നമ്മൾ ഊട്ടിയിലേക്കാണ് പോകുന്നെങ്കിൽ അതിനാവശ്യമായതൊക്കെ എടുക്കും മനുഷ്യന്റെ ബുദ്ധി. എങ്കിൽ സൃഷ്ടിപ്രപഞ്ചത്തിലെ ഈ മുഴുവനിന്റെ പിന്നിലും ഒരു ബുദ്ധി ഇല്ല എന്ന് പറയുന്നവനെ ബുദ്ധിജീവിയായിട്ടാണോ അംഗീകരിക്കേണ്ടത്? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഞാൻ തമാശ പറയാന്ന് വിചാരിക്കരുത്. നിങ്ങൾക്ക് യുക്തിവാദി ഫ്രീ തിങ്കേഴ്സ് ഇപ്പൊ എക്സ് മുസ്ലിം ഒക്കെ അല്ലേ, അതിൽ നിങ്ങൾക്ക് ചേരണമെങ്കിൽ ഒന്നാമത്തെ യോഗ്യത എന്താ അറിയോ? നിങ്ങൾ പച്ചപ്പൊട്ടനാന്നുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കണം. തലച്ചോറ് വർക്ക് ചെയ്യൂല, ജബ്ബാറിന്റെ വിവരക്കേട് കേട്ട് മുണുങ്ങും എന്ന് നിങ്ങൾ ആദ്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ 3 സംഘടനയിലും നിങ്ങൾക്ക് ഒരല്പം തലച്ചോറ് വർക്ക് ചെയ്യെങ്കിൽ അവിടേക്ക് നിങ്ങൾക്ക് പ്രവേശനമില്ല. നിങ്ങൾ യുക്തിവാദി ഒന്നാമത്തെ മെമ്പർഷിപ്പ് കിട്ടണമെങ്കിൽ തലച്ചോറ് വർക്ക് ചെയ്യരുത്, തീരെ ചിന്തിക്കരുത്, മിണുങ്ങ. മറ്റൊരു പറയുന്നത് ഇങ്ങനെ മിണുങ്ങ. അതിലപ്പുറത്തേക്ക് നിങ്ങളെ തലച്ചോറൊന്നും വർക്ക് ചെയ്യരുത് എന്നാണ് അവർ പറയുന്നത്. മനസ്സിലായില്ലേ? അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരു ഹെൽമെറ്റിന് പകരം വെക്കുന്ന ഈ തേങ്ങയെ അത്ര സുരക്ഷിതമായി അതിനെ സംവിധാനിച്ച ആ സൃഷ്ടാവാരാ? ഞാൻ ഒന്നുകൂടി പറയാറുണ്ട്, നാടനെ തീരെ കേൾക്കാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്, പുതുമയോടുകൂടെ പറയുന്നത്. നമ്മളിപ്പോ സാധാരണ നമ്മൾ റോഡരികിലൂടെ പോകുമ്പോൾ ഏറ്റവും ഇഷ്ടമുള്ളതാണ് ഉപ്പിലിട്ട പല ഫ്രൂട്ടുകളും, പലതും. പപ്പായ ഉണ്ടാവും, മാങ്ങ ഉണ്ടാവും, എല്ലാ വസ്തുക്കളും ഉപ്പിലിട്ടിട്ട് അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്, എല്ലാവർക്കും അറിയാം. ഞാൻ ലക്ഷദ്വീപില് ഒരുപാട് തവണ പോയ ഒരാളാണ്, കടലിന്റെ അടിയിലൊക്കെ പോയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അവിടെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു അത്ഭുതമാണ് ഞാൻ പറയുന്നത്. കടലുപ്പാണ്, കടലുപ്പാണ്. അതിലാണല്ലോ മത്സ്യത്തെ മുഴുവൻ ഇട്ട് വെക്കണത്. ആ ഉപ്പ് ജലത്തിലാണ് അല്ലാഹു മനുഷ്യ കഴിക്കുന്ന മത്സ്യത്തെ മുഴുവൻ ഇട്ട് വെച്ചേ. നേരെ മറിച്ച് മനുഷ്യന് കഴിക്കാൻ പറ്റാത്തതും മനുഷ്യന് കാഴ്ച ഉള്ള വർണ്ണരാജികൾ സൃഷ്ടിച്ചിട്ടുള്ള ഫിഷുകൾ, നമ്മൾ ചില്ലൊക്കെ ഉണ്ടാക്കി അതിൽ വെക്കണ ഫിഷുകൾ, അത് ഒരെണ്ണം പോലും നമുക്ക് കഴിക്കാൻ പറ്റില്ല. ടേസ്റ്റി അല്ല, അത് കയ്പാണ്. അതിന് ആ ഫിഷിന് കയ്പാണ്. അത് തിന്നാൻ വേണ്ടി ഉണ്ടാക്കിയല്ല, അത് നിങ്ങളെ കണ്ണിന് ആനന്ദം നൽകാൻ വേണ്ടി മാത്രം അല്ലാഹു പടച്ചിട്ടുള്ളതാണ്. നിങ്ങളെ കയ്യിൽ പിടിച്ച കൊഴുപ്പും വഴുപ്പും അറപ്പും വെറുപ്പും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരുപാട് ഫിഷുകൾ കടലിലുണ്ട്. നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നെല്ലിക്കയാവട്ടെ, മാങ്ങയാവട്ടെ, പപ്പായ ആവട്ടെ, പേരക്കയാവട്ടെ, അതെല്ലാം ഉപ്പിലിട്ട് വെച്ചാൽ കുറഞ്ഞ ടൈം കൊണ്ട് അതിന്റെ സ്കിന്നിലും ഉള്ളിലും ബോഡിയിലും എല്ലാ സ്ഥലത്തും ഈ ഉപ്പ് വ്യാപിക്കും. എന്നാൽ ഉപ്പിലിട്ട് വെച്ച മത്സ്യത്തിന്റെ സ്കിന്നിലൂടെ എന്തുകൊണ്ട് ഉപ്പ് കടക്കണില്ല? എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ആജീവനാന്തം ജനിച്ചു വീണത് മുഴുവൻ വെള്ളത്തിലാ, ഉപ്പ് വെള്ളത്തിലാ, വളരുന്നു സഞ്ചരിക്കുന്നു ഒക്കെ ഉപ്പ് വെള്ളത്തിലാ. എന്നിട്ട് എന്ത് ഒരു ഫിഷിന്റെ ശരീരത്തിലും അതിന് ചെകിളയുണ്ട്, എല്ലാം ഉണ്ട്, എന്നിട്ട് ഉപ്പ് അതിന്റെ ശരീരത്തിനുള്ളിൽ കിടന്ന് അതിന്റെ മാംസത്തിനൊരു ഉപ്പ് രുചി തീരെയില്ലാത്തത്. ഉപ്പ് ആവശ്യമുള്ളവർക്ക് ഉപ്പിട്ടും, ഉപ്പ് കുറഞ്ഞ തോതിൽ ഉപയോഗിക്കേണ്ടവർ കുറഞ്ഞ തോതിലും, ഉപ്പ് കൂടിയ തോതിൽ ഉപയോഗിക്കേണ്ട ആ വിധത്തിൽ. കാരണം മനുഷ്യനെ തിന്നാൻ ഒരു പടച്ചതമ്പുരാൻ സംവിധാനിച്ച, അതുകൊണ്ട് കണ്ടോ ഒരിക്കൽ പോലും അതിന്റെ സ്കിന്നില് ഇതൊന്നും കടന്നു വരുന്നില്ല. മനസ്സിലാക്കുക, ഈ മനുഷ്യൻ എന്ന മഹാബുദ്ധിജീവിയല്ലാതെ ഈ വിവരക്കേട് ലോകത്ത് ഒരു സൃഷ്ടിയും ചെയ്യുന്നില്ല. നിങ്ങൾ ശരിക്കും ചിന്തിക്കും. നിങ്ങൾക്ക് പോയിന്റ് മനസ്സിലായോ? മൊയ്തീൻ ശൈഖിനെ വിളിക്കുന്ന മൊയ്ലിയാരുണ്ട്, മൊയ്തീൻ ശൈഖിനെ വിളിക്കുന്ന പോത്തും കാളയില്ല. പോത്തിന്റെയും കാളയുടേനേക്കാളും നിലവാരം ഒരിച്ചിരി കുറഞ്ഞു. ചിന്തിച്ചോളി, ചിന്തിച്ചോളി. ഇത് വെറുതെ പറയല്ല, ഇത് വെറുതെ നമ്മൾ കാണുന്ന 4 കാലിൽ നിന്ന് വാലാട്ടുന്ന സൃഷ്ടിയേക്കാൾ എത്ര അധമനായിപ്പോയി മനുഷ്യൻ. അതുകൊണ്ടാ അള്ളാഹു എന്ത് പ്രയോഗിച്ചറിയോ? പന്നിയും പട്ടിനോടും ഇങ്ങോട്ട് ഉപമിച്ചാൽ ചിലപ്പോൾ ഓല് പ്രതിഷേധിക്കും, കാരണം ഓലേക്കാൾ മോശം അങ്ങള്. അല്ല തന്നെ പറഞ്ഞു കളഞ്ഞു, മുജാഹിദ് ബാൽശ്ശേരിയല്ല. വലഖദ് ദറഹ്നാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽഇൻസി ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും അഗീനുൻ ലാ യുബ്സിറൂന ബിഹാ വലഹും ആദാനും ലാ യസ്മഊന ബിഹാ ഉലൈക കൽഅൻആം ബൽ ഹും മദൽ ഉലൈക ഹുമുൽ ഗാഫിലൂൻ. 7-ാം അധ്യായം 179 അല്ലാഹ് എന്താ പറഞ്ഞേ? കണ്ണുണ്ട്, കാതുണ്ട്, ഹൃദയമുണ്ട്, ഇതൊന്നും ഉപയോഗിച്ചില്ല, പൂത്തുകളെ പോലെ. എന്നിട്ട് അള്ളാഹ് പറയാണെന്ത്? അല്ല, ഇതിനേക്കാൾ മോശമാണ്. ആണ്. നിങ്ങൾ ഈ കഴിഞ്ഞ ദിവസം ഒരു കലാലയത്തില് അല്ലെങ്കിൽ കുറെ വിദ്യാർത്ഥികൾ ഇറക്കിയ പോസ്റ്ററിൽ എന്താ കാണുന്നത്? ആണിന്റെ ഷോൾഡറിലേക്ക് കാമവിവശനായി വീണ് കിടക്കുകയാണ്. എന്നിട്ട് പറയാണെന്ത്? നമ്മളിൽ ലിംഗവ്യത്യാസമില്ല, പ്രണയത്തിന് ലിംഗവ്യത്യാസമില്ല എന്ന് പറഞ്ഞിട്ട് ഷോൾഡറിലേക്ക്. അത് ഇവിടുത്തെ ഏതെങ്കിലും ഒരു മൃഗത്തോട് ചോദിച്ചാൽ ആ മൃഗം പറയും ഈ വിദ്യാർത്ഥി സംഘടനയോട്, എത്ര ചീപ്പാ, ഞാൻ എന്നേക്കാൾ എത്ര ബെറ്ററാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ടാ അള്ളാഹ് പറഞ്ഞ ഉലൈകക്കല്ലനഅം. അതുകൊണ്ട് നമ്മൾ ആലോചിക്കേണ്ട പരമപ്രധാനമായ പോയിന്റാണ്, മനുഷ്യ സൃഷ്ടി ഇത്ര അധപ്പതിച്ചു പോയൊരു ലോകം വേറെ ഉണ്ടായിട്ടില്ല. മനുഷ്യ സൃഷ്ടി
അതുകൊണ്ട് മനുഷ്യരെ നമ്മൾ തിരിച്ചു വിളിക്കുകയാണ്. അപ്പൊ നമ്മളിപ്പോ നിസ്കരിച്ചല്ലോ, മാരി നിസ്കരിച്ചല്ലോ, ശരിക്കും നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ നമ്മൾ എന്താ ഈ പറയുന്നത്? ഒരു ദേവാലയത്തില്, ഒരു കനീസയില്, ഒരു ടെമ്പിളില്, ഒരു ചർച്ചില് പ്രാർത്ഥിക്കാൻ പോകുന്നൊരു വ്യക്തി ആരോടെ പ്രാർത്ഥിക്കണം? യേശു ജനിക്കുന്നതിന് മുമ്പ് ചർച്ചില്ല. പക്ഷെ യേശു ജനിക്കുന്നതിന് മുമ്പ് ആകാശം ഉണ്ടായിരുന്നല്ലോ, ഭൂമി ഉണ്ടായിരുന്നല്ലോ, മനുഷ്യരുണ്ടായിരുന്നല്ലോ. അവരാരോടെ വിളിച്ച് പ്രാർത്ഥിച്ച്? അതൊരു ചോദ്യമല്ല. അതിനെന്താ ഉത്തരം? നിങ്ങൾ ചിന്തിക്കൂ. യേശു ജനിക്കുന്നതിന് മുമ്പും ചർച്ച ഉണ്ടാകുന്നതിന് മുമ്പും ശ്രീരാമനും ദശരഥ മഹാരാജാവിന്റെ പുത്രനല്ലേ ശ്രീരാമൻ? കൈകേയിയുടെ പുത്രനല്ലേ? കൈകേയി, കൗസല്യ, സുമിത്ര അല്ലേ? അങ്ങനെയല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ദേവകിയുടെ 8ാമത്തെ പുത്രനല്ലേ കൃഷ്ണൻ? ദേവകി ഉണ്ടായിട്ട് 7 മക്കൾക്ക് ശേഷമുള്ള 8ാമത്തെ ആളല്ലേ? അത് മാത്രം ചിന്തിച്ചാ പോരെ മനുഷ്യന്റെ തലച്ചോറ് വർക്ക് ചെയ്യാൻ? നമ്മുടെ ജനങ്ങളോട് പറയുന്നത് എന്താ? ആദ്യ പിതാവായ ആദമിന് മുമ്പ് ലോകമുണ്ട്, ഞങ്ങൾ അതുകൊണ്ടാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവസ്തുതികളും സർവലോകങ്ങളുടെയും ഈ 14 ലോകങ്ങളുടെയും ലോകത്തെ മുഴുവനും സൃഷ്ടിച്ച അജയ്യനും അനുപമനും അദ്വിതീയനും അപ്രാപ്യനും പ്രപഞ്ചാതീതനും ലോകത്തെ മുഴുവനും സൃഷ്ടിച്ചവനുമായ ഒരു ദൈവത്തെ കുറിച്ച് പറയാൻ ലോകത്ത് ഏത് മതസമൂഹത്തിന് ഇസ്ലാമിനെ പോലെ കഴിയും? ആലോചിച്ച് നോക്ക്. അൽഹംദുലില്ലാ, സർവസ്തുതിയും സർവലോകങ്ങളുടെയും, നമ്മൾ കാണുന്ന ലോകം, കാണാത്ത ലോകം, ആനിമൽ പ്ലാനറ്റും ഡിസ്കവറി ചാനലും ജിയോഗ്രഫിക്കൽ ചാനലും ഒക്കെ കാണുമ്പേ കണ്ണഞ്ചി പോകുന്ന അത്ഭുതങ്ങളെയാണ് അള്ളാഹു ഈ പ്രപഞ്ചത്തിൽ. അതുകൊണ്ടാണ് ഖുർആൻ എന്ത് പറഞ്ഞത്? ഖുർആനിന്റെ ശരിക്കും ഓരോരുത്തരെ ഇരുത്തി ഞാൻ ഉറപ്പിച്ചു പറഞ്ഞോളാം, നിങ്ങൾ ഏത് വിദ്യാഭ്യാസമുള്ളവനെ മുന്നിൽ കൊണ്ടേയിരുത്തിക്കോ, ഓൻ തോറ്റുപോകും, ഓൻ തർക്കിച്ച് ജയിക്കൂല. അറിവുള്ള ഒരു മുസ്ലിമിന്റെ മുമ്പിൽ ഓന് തർക്കിച്ച് ജയിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് ദൈവവിശ്വാസത്തിന്റെ പേരിൽ തർക്കിച്ച് ജയിക്കാൻ കഴിയില്ല. ദൈവത്തെ നമ്മളിപ്പം ബ്രിഡ്ജുൽ അറബ് കണ്ട ആളുകൾ, ബ്രിഡ്ജ് ദുബായ് കണ്ട ആളുകൾ, പിസാഗോപുരം കണ്ട ആളുകൾ, താജ്മഹൽ കണ്ട ആളുകൾ, താജ്മഹലിന്റെ അടുത്ത് നിന്നിട്ട് ഒരാൾ പറയാണ്, ഞാനൊരു ദിവസം, ഇതൊരു പാടമായിരുന്നു, ഞാനിങ്ങനെ നെല്ല് പതുക്കുന്നതിനിടയിൽ കണ്ടിട്ടുണ്ട് മാർബിളൊക്കെ ഇങ്ങനെ പൊന്തിട്ട് വന്നിട്ട് അതൊരു താജ്മഹലായി രൂപപ്പെട്ട് പറഞ്ഞാൽ ഇത് കേൾക്കുന്ന യുക്തിവാദിയും ഫ്രീ തിങ്കേഴ്സും പറയും ഉളമ്പാറയെ കൊണ്ടുപോകണോന്ന്. അതേ ഫ്രീ തിങ്കേഴ്സ് ഇപ്പുറത്ത് നിന്നിട്ട് പറയും ഈ സൂര്യൻ താനേ ഉണ്ടായതാണ്. അപ്പൊ ഓനെവിടെ കൊണ്ടുപോകണ്ട? ഓനെ കൊണ്ടുപോകാൻ പറ്റിയ സ്ഥലം തന്നെയല്ല ഭൂമിയിൽ. കാരണം അത്ര വലിയ മുറിച്ചെട്ടിയ ഭ്രാന്ത് ഭൂമത്ത് പറയില്ലല്ലോ. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കുമ്പോ നിങ്ങൾ തന്നെ ചിന്തിക്കുക, മുജാഹിദ് ബാലുശ്ശേരിന്റെ പരിപാടി മുടങ്ങും എന്ന് പറഞ്ഞപ്പോ അള്ളാഹു വിസ്തത്തിനൊരു പള്ളി ഇങ്ങോട്ട് തന്ന്, മുജാഹിദ് ബാലുശ്ശേരി വരുമ്പോഴേക്ക് പള്ളിയൊക്കെ വളരെ സെറ്റപ്പ് ഇങ്ങോട്ടായി, സ്പീച്ചിങ് സ്റ്റാൻഡൊക്കെ പാറി ഇങ്ങോട്ട് വന്ന്, അങ്ങനെ മുജാഹിദ് ബാലുശ്ശേരി വരും എന്ന് പറഞ്ഞപ്പോ ജനങ്ങളൊക്കെ അള്ളാഹു മുന്നേ കൊണ്ടേ ഇരുത്തി പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുവോ? ഇന്നലത്തോടു കൂടെ നമ്മുടെ പബ്ലിക് പരിപാടി മുടങ്ങി നേട്ടപ്പോ അനൗൺസ്മെന്റ് കേട്ടിട്ടും വാട്സപ്പിൽ മെസ്സേജ് കണ്ടിട്ട് നിങ്ങൾ വന്നോരാ. ഈ പള്ളി ഞാൻ വന്നോണ്ടല്ല ഇവിടെ ഉണ്ടായത്, ഈ മൈക്ക് ഞാൻ വന്നോണ്ട് ഇവിടെ ഉള്ളതാ. നിങ്ങൾ ഇവിടെ സെറ്റപ്പ് ആക്കി സ്പീച്ച് സ്റ്റാൻഡ് അവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്തു വെച്ച് ഇതൊക്കെ നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ഇതിന്റെ ഒക്കെ പിന്നിൽ ഒരു ബാഹ്യ ഇടപെടൽ ആവശ്യമുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന അതേ നമ്മുടെ കുട്ടികൾ പ്രപഞ്ചത്തിന്റെ പിന്നിൽ ആരുമില്ല. പിന്നെ അവന്റെ വാപ്പയുള്ളത് ഓൻ പറയാണ്, ഒരു മൊബൈൽ കയ്യിൽ പിടിച്ചിട്ട് ഓൻ പറയണ ഇത് മൊബൈൽ കമ്പനി സാംസങ് കമ്പനി ഉണ്ടാക്കിയാണ്. ഉറപ്പാണ്, ഓൻ ഉറപ്പാണ്. ആ മൊബൈലിന്റെ 5 കോടി ഇരട്ടി നക്ഷത്ര വലിപ്പമുള്ള നക്ഷത്രോ താനേ ഉണ്ടായതാണ്. ലോകത്തിന്റെ തമ്പുരാനെ, അള്ളാഹുവിനെ, പരമകാരുണ്യകനെ, അളവറ്റ ദയാപരനെ, പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനായ തമ്പുരാനെ രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും പരമാവധി സൂക്ഷിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും അതർഹിക്കുന്ന ഗൗരവത്തിൽ ശക്തമായ ഭാഷയിൽ വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. എത്ര രസമുള്ള ഒരു വിഷയമാണ് പ്രപഞ്ചത്തിന്റെ നാഥൻ എന്ന വിഷയം എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇത്ര സിമ്പിളായി ആളുകളോട് പറയാൻ പറ്റിയ ഒരു മാറ്ററും ഈ ഭൂമുഖത്ത് ഇസ്ലാമിന്റെ ദൈവവിശ്വാസം പരിചയപ്പെടുത്തുന്ന പോലെ ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ട്രെയിൻ യാത്രയിലും ഫ്ലൈറ്റ് യാത്രയിലും അനേക യാത്രകൾക്കിടയിൽ പല ഇതര മത സമൂഹങ്ങളുമായി എനിക്ക് സംസാരിക്കാൻ അവസരം ഉണ്ടാകലുണ്ട്. 2 മിനിറ്റ് കൊണ്ട് എനിക്ക് അവതരിപ്പിക്കാൻ പറ്റുന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ള വർത്തമാനമാണ്. പ്രവാചകന്റെ കല്യാണം വിമർശനമായി വരുമ്പോൾ 2 മിനിറ്റ് പോരാ, 2 ദിവസവും പോരാ. പക്ഷെ അള്ളാഹിനെ പറ്റി പഠിപ്പിക്കാൻ 2 മിനിറ്റ്, ഏറ്റവും 2 മിനിറ്റ്
അതും ആവശ്യമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എന്റെ മുമ്പിലിരിക്കുന്ന ഒരാളോട് ഒരിക്കൽ ചോദിച്ചു, നിങ്ങൾ ദൈവവിശ്വാസിയാണോ? ദൈവത്തെ നടത്തേണ്ട എങ്ങനെയാന്ന് പഠിപ്പിച്ചുകൊണ്ടാണ് ഞാൻ എന്റെ വിഷയത്തിലേക്ക് വരുന്നത്. നിങ്ങൾ ദൈവവിശ്വാസിയാണോ? ആരോടും ചോദിക്കാവുന്ന ചോദ്യമാണ്. നിങ്ങൾ കൃഷ്ണനിൽ വിശ്വസിക്കുന്നുണ്ടോ, മുഹമ്മദിൽ വിശ്വസിക്കുന്നുണ്ടോ, മൊയ്തീൻ ഷേഖിൽ വിശ്വസിക്കുന്നുണ്ടോ എന്നൊന്നും ചോദിക്കരുത്. നിങ്ങൾ ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? അപ്പൊ എന്നോട് അയാൾ പറഞ്ഞു, അതെ. ശരി, ആ ദൈവം ആരാണ് ഒന്നെന്ന് എനിക്ക് പറഞ്ഞു തരാമോ? അപ്പൊ അയാൾ എന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി. ഞാൻ എന്താ പറയാ? ഞാൻ പറഞ്ഞു, ഞാനൊരു ദൈവവിശ്വാസിയാണ്. എന്റെ ദൈവം ആരാണെന്ന് നിങ്ങൾ എന്നോട് ചോദിക്കൂ. അവിടെ ചോദിച്ചു, ശരി, ആരാ നിങ്ങളുടെ ദൈവം? അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളെയും, ശ്രീധരേട്ടാ അയാളുടെ പേര് അതായിരുന്നു, നിങ്ങളെയും എന്നെയും ഈ ട്രെയിനിലെ മുഴുവൻ യാത്രക്കാരെയും ഈ ലോകത്തിലെ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഗാലക്സികളും സൗരയൂഥങ്ങളും കാട്ടാറുകളും കാനനങ്ങളും പ്രപഞ്ചത്തിലെ എല്ലാ സചേതന അചേതന വസ്തുക്കളും 715 കോടി മനുഷ്യരും ഇവരെയൊക്കെ സൃഷ്ടിച്ച് സംവിധാനിച്ച് സംഹരിക്കുന്നവൻ ആരോ അവനാണ് എന്റെ ദൈവം. അത് പറഞ്ഞപ്പോ ശ്രീധരേട്ടനോട് പറഞ്ഞു, അങ്ങനൊരു വിശ്വാസമൊന്നും എനിക്കില്ല കേട്ടോ. കഴിഞ്ഞ് ശ്രീധരേട്ടന് മനസ്സിലായി പടച്ചവനാരാന്ന്. ഇനി ഇതേ കാര്യം നമ്മളിപ്പോ സാധാരണ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, പരമകാരുണ്യകനും കരുണാവാരിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ എന്നാണ്. ഇനി ഇതൊരു ക്രിസ്ത്യാനി പറയുകയാണെങ്കിലോ, പരമകാരുണ്യകനായ പിതാവിന്റെയും പരമകാരുണ്യകനായ പുത്രന്റെയും പരമകാരുണ്യകനായ പരിശുദ്ധ പിതാവിന്റെയും നാമത്തിൽ. അപ്പൊ എത്ര ദൈവമായി? എത്ര ദൈവമായി? നിങ്ങൾ ആലോചിച്ച് നോക്ക്. അതുകൊണ്ടാണ് നമ്മള് മുമ്പ് ഒരു പാട്ടില് നമ്മൾ പാടിയത്, പൂജാമുറിയിലോ ചില്ലിന്റെ കൂട്ടിലോ ബന്ധിതനല്ലോ എന്റെ ദൈവം, വാനവും ഭൂമിയും പ്രവിശാലമായൊരു സാമ്രാജ്യ സാരഥി എന്റെ ദൈവം. എത്ര മനോഹരമാണ്. ആരാ ഇസ്ലാമിന്റെ ദൈവം? ഒരു പൂന്തോട്ടത്തിൽ നിന്നാണ് ഒരാൾ ചോദിക്കുന്നതെങ്കിൽ ആ പൂന്തോട്ടത്തിൽ എത്ര വർണ്ണരാജികളുണ്ടോ, എത്ര പുഷ്പങ്ങളുണ്ടോ, എത്ര നിറങ്ങളുണ്ടോ, എത്ര സുഗന്ധങ്ങളുണ്ടോ, അതിനെ സംവിധാനിച്ചവൻ ആരോ അവൻ. എത്ര ശ്രേയസ്കരമായ മറുപടിയാണ്. ഇവിടെയുള്ള ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും ജൈനനെയും ബൗദ്ധനെയും സിഖുകാരനെയും സൃഷ്ടിച്ച പടച്ചോൻ അങ്ങനെ പരിചയപ്പെടുത്താൻ ഇസ്ലാമിനല്ലാതെ ലോകത്ത് അതിന്റെ മുമ്പിൽ നിൽക്കാത്ത ആരാ ഉള്ളത്? എന്റെ ജീവിതാനുഭവങ്ങൾ മുഴുവനും അതാണ്. ഇസ്ലാമിനോളം സുന്ദരമായി ലോകത്തോട് പറയാൻ പറ്റിയ ഒരു ദർശനവും ലോകത്തില്ല. പക്ഷെ ഇന്ന് ഞാൻ ഇസ്ലാമാണെന്ന് പറയാൻ ആളുകൾക്ക് ചമ്മല. അത്രമേൽ ഇസ്ലാമിനെതിരെ തെറ്റിദ്ധാരണകൾ നിരത്തുന്നു, പറയുന്നു. ഇവിടുത്തെ സംഘടനകളൊക്കെ എന്ത് ചെയ്യുന്നു എന്നുള്ളത് മറ്റൊരു വിഷയമാണ്. 10ൽ താഴെ ആളുകളാണ് കേരളത്തിൽ ഇസ്ലാം പറയുന്നത്. 10ൽ താഴെ ആളുകൾ, 10,000-കണക്കിന് പണ്ഡിതന്മാരുള്ള സംഘടനകൾ. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, 10ൽ താഴെ ആളുകളെ അള്ളാന്റെ ദീൻ ഇതര മതക്കാർക്ക് വേണ്ടി പറയുന്നുള്ളൂ. 10ൽ കൂടുതൽ 11ാമത്തെ ഒരാളങ്ങൾ എണ്ണിയ ഞങ്ങൾ പറയുന്ന പണിയെടുക്കും. 10ൽ താഴെ ഉള്ളൂ. 10 ഞാൻ ഒന്ന് റൗണ്ട് ചെയ്ത. ഈ 2 കൊല്ലം സോഷ്യൽ മീഡിയ നോക്കിയറിയാം ഇസ്ലാമിനെ സ്നേഹിക്കുന്ന ആരാണ്. അത്ര സിമ്പിളാണ് ഇസ്ലാം, അത്ര സിമ്പിളാണ്. PC ജോർജിന് ഒരു ഹൃദയം ഉണ്ടെങ്കിൽ അത് കൊടുത്ത് പടച്ചവനാന്ന് വിശ്വസിക്കുന്നവരാ നമ്മള്, അല്ലേ? ആ പടച്ചവനെ പരിചയപ്പെടുത്താൻ ഒരു ഭയപ്പാടും ആവശ്യമില്ല ഇവിടെ ലോകത്ത്. ജനങ്ങളോടൊക്കെ പറയാം, എല്ലാവരോടും പറയാൻ. ഞാൻ പറയും നിങ്ങളോട്, ഒച്ചിറ ടെമ്പിളിലെ എന്റെ ജീവിതത്തിലെ പ്രഭാഷണത്തിന് ഞാൻ അവിടെ ചെല്ലുന്ന സമയത്ത് 20 മിനിറ്റാ എല്ലാവർക്കും. നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയിട്ടോ പറയുന്നത്, 20 മിനിറ്റാ എല്ലാവർക്കും. സന്യാസിയായാലും പള്ളിയിലച്ചനായാലും ആരായാലും മുഖ്യ പ്രഭാഷകരായി പ്രബലമായ 3 ദർശനങ്ങളുടെ ആചാര്യന്മാരെ, ഋഷീശ്വരന്മാരെ, മതപണ്ഡിതന്മാരെ ഒക്കെ തെരഞ്ഞെടുത്തപ്പോ എല്ലാവർക്കും 20 മിനിറ്റ് കൊടുത്ത്. എനിക്കും തന്നത് 20 മിനിറ്റാണ്. പക്ഷെ എനിക്ക് 50 മിനിറ്റ് വരെ പ്രസംഗിക്കാൻ കഴിഞ്ഞു. എങ്ങനെ കഴിഞ്ഞു? അത്ഭുതകരമല്ലേ അത്? എല്ലാരും ഇപ്പൊ സ്വാമിജി പ്രസംഗിച്ചിങ്ങനെ വരുമ്പോഴേക്ക് തന്നെ കത്തുകൊടുത്ത്, എല്ലാവരും കത്തുകൊടുത്ത്. പ്രസംഗിക്കാൻ ടൈം തെറ്റിയപ്പോ എല്ലാവർക്കും കൊടുത്ത്. എനിക്ക് തന്നില്ലെന്ന് മാത്രമല്ല, ഞാൻ 20 മിനിറ്റ് ആവുമ്പോൾ ഞാൻ പിറകിലേക്ക് അധ്യക്ഷനെ നോക്കി. അധ്യക്ഷൻ പറഞ്ഞു ഇങ്ങനെ. വീണ്ടും
10 മിനിറ്റ് കഴിഞ്ഞപ്പോ ഞാൻ നോക്കി, അപ്പൊ സ്റ്റേജിൽ ഇരിക്കുന്ന എല്ലാവരും കൂടി ഇങ്ങനെ ആക്കി. പിന്നെ ഞാൻ അടുത്ത 10 മിനിറ്റ് കഴിഞ്ഞപ്പോ സദസ്സും പറഞ്ഞു ഇങ്ങനെ, നിങ്ങൾ തുറന്നോളി, ഞങ്ങൾക്ക് വിരോധമല്ല. ആര്? ഈ താടി നീട്ടി ഈ വലിയ മനുഷ്യൻ തുറന്നോളാൻ പറയാണ് അവിടെ ഇരിക്കണം മുഴുവൻ ആളൊന്ന്. സന്യാസിമാർക്ക് വരെ അത്ഭുതമായി. ഞാൻ എവിടെയൊക്കെ ക്ഷേത്രത്തിൽ പ്രസംഗിച്ചിട്ടുണ്ടോ അവിടെ മുഖ്യ പ്രഭാഷകൻ ഞാനായിരുന്നു. ഞാൻ പ്രസംഗിക്കാൻ തരുന്നില്ല, കരഞ്ഞ സ്വാമിമാരുണ്ട്, എനിക്ക് കത്തയച്ച സ്വാമിമാരുണ്ട്. ഒരു പരിപാടി മുടങ്ങിപ്പോയിട്ട് ആ ക്ഷേത്രത്തിൽ പരിപാടി മുടക്കി, നിങ്ങളെ മുജാഹിദിലൊരു വിഭാഗമാണ്, ഞങ്ങളല്ലോ, നിനക്ക് അതിൽ ദുഃഖമുണ്ട്, എനിക്ക് സ്വന്തമായിട്ടൊരു ക്ഷേത്രം ഉണ്ട്, ഞങ്ങളെ കൊണ്ടുവന്ന് പ്രസംഗിപ്പിക്കുകയായിരുന്നു. എന്നാ ഞാൻ പറയണ നിങ്ങളോട്, ഏത് അമുസ്ലിമിനെ, ഞാൻ ഇന്ന് ഒരു ഹൈന്ദവ ടീച്ചറോട് എന്റെ മോനെ സ്കൂൾ കൊണ്ടാക്കുമ്പോ അവർ കേറിയ കൊതിയുണ്ട് ഞാൻ സംസാരിച്ച് തീരുന്നവരെ നിൽക്കാൻ. ഒരു മാസ്മരികതയില്ല, പച്ച മലയാളത്തിൽ പച്ച ഹൃദയത്തോട് സംവദിച്ചപ്പോ ആ ടീച്ചർ അവിടെ നിന്നിട്ട് അവസാനം ഇങ്ങനെ കൈകൂപ്പി നിങ്ങൾ പറഞ്ഞു മുഴുവൻ സത്യമാണ്. കാരണം അവർക്ക് മുൻവിധികളൊന്നുമില്ല, അവർക്ക് അറിഞ്ഞുകൂടാ. അവർ ജനിച്ചു വീണ കുടുംബവും അന്തരീക്ഷവും അതേ ഉള്ളൂ. ഒന്ന് ചിന്തിപ്പിക്കാൻ 1 മിനിറ്റ് സമയം എടുത്താൽ മതി, ഒറ്റ മിനിറ്റ് സമയം എടുത്താൽ മതി. ഞാൻ ഒരിക്കല് ഒരാളെ, ഒരു അമൃതാനന്ദമയുടെ ഭക്തനെ ട്രെയിനിൽ വെച്ച് കണ്ടപ്പോ കുറഞ്ഞ മിനിറ്റ് സംസാരിച്ചു. അയാൾ പെട്ടെന്ന് ഇറങ്ങിപ്പോ ഞാൻ എൻ്റെ ഒരു CD ഒരു ക്ഷേത്രത്തിലെ ഞാൻ പറഞ്ഞു, ഇത് നിങ്ങളുടെ ഹൃദയത്തിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ എന്നെ വിളിക്കണം. അയാളത് കേട്ടു. GK പിള്ള എന്ന് പറഞ്ഞിട്ട് പഴയകാല ഒരു സിനിമാ നടനുണ്ട്, ഇപ്പൊ മരിച്ചോന്നറിയില്ല. അദ്ദേഹമായിരുന്നു പാടാർക്കുള്ള ബരങ്ങർ ഭഗവതി ക്ഷേത്രത്തിന്റെ ഉദ്ഘാടകൻ. അദ്ദേഹത്തിന് തിരക്കായിരുന്നു. ഞാനൊരു CD കൊടുത്തു, ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാ വിളിക്കണമെന്നോ. അയാൾ എന്നെ വിളിച്ചു. ആരുടെ മനസ്സിലും അത് കൊള്ളും. അത് മുജാഹിദ് വാൽശ്ശേരി പ്രസംഗിച്ചിട്ടല്ല സുഹൃത്തുക്കളെ, അതിന്റെ കണ്ടന്റ് അള്ളാഹുവിന്റെ ദീൻ, ഏകദൈവാരാധന, ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും ഒന്നിപ്പിക്കുന്ന ഏകദൈവാരാധന, അത് ശരിക്ക് പഠിപ്പിക്കുക. നിങ്ങൾ ഒരു അത്ഭുതം ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അഹമ്മദ് ദീദാത്ത് നിങ്ങൾ കേട്ടൊരാളാണ്, ജാക്കിർ നായിക്ക് നിങ്ങൾ കേട്ടൊരാളാണ്, ആധുനികർ കേട്ടൊരാളാണ്, അബ്ദുറഹ്മാൻ ഗ്രീൻ നിങ്ങൾ കേട്ട വേറൊരാളാണ്, യൂസുഫ് അസ്റ്റസ് നിങ്ങൾ വേറെ കേട്ടൊരാളാണ്. ഈ കൂട്ടത്തിൽ ആരെങ്കിലും മൊയ്തീൻ ഷെയ്ഖിനെ വിളിക്കുന്നവരുണ്ടോ? ഇതൊരു പോയിന്റാണ്, നല്ലോണം മനസ്സ് കുറിച്ച് വെച്ചോളി. ക്രിസ്ത്യാനികളോടും ഹൈന്ദവരോടും ദൈവത്ത് നടത്തണമെങ്കിൽ ഓനൊരിക്കലും സമസ്തയാകാൻ പാടില്ല, സമസ്തയെ പറയാൻ കഴിയില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ലോകാടിസ്ഥാനത്തിൽ ഒരു സൂഫി, ഒരു ഷിയ, ഒരു കുബൂരി ക്രിസ്ത്യാനികളോടും ഹൈന്ദവരോടും മതം പറയുന്ന പബ്ലിക് ഫിഗർ ആയിട്ട് ഒരാളെങ്ങൾ ഇന്ന് ജീവിതത്തിൽ കണ്ടിട്ടുണ്ടോ? എന്തില്ലാത്ത? എന്തല്ല നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തല്ലാത്ത? ഒരു ഹൈന്ദവനെയും ക്രൈസ്തവനെയും ഇസ്ലാമിൽ ക്ഷണിക്കണേ, അല്ലല്ലാത്ത ഒരാളെയും പ്രാർത്ഥിക്കാൻ പിന്നോന് വകുപ്പില്ല, പ്രാർത്ഥിച്ചവന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് കേരളത്തിലെ മുന്തിയ സംഘടന സമസ്തയായിട്ട് ഇന്ന് വരെ പബ്ലിക്കിൽ ജനങ്ങളെ വേദം ഉദ്ധരിച്ച് സംസാരിക്കുന്ന ഒരുത്തനും ഇല്ലാതായിപ്പോയത്. ഓനോട് ചോദിക്കൂലേ, ചെങ്ങായി ഞങ്ങൾ ഖുറാനിൽ 34 സ്ഥലത്ത് പേര് പറഞ്ഞ മറിയം ബീവിനാ വിളിക്കണത്, ഊരും പേരറിയില്ല, മശഹൂറും കുറവല്ല എന്നുള്ള മൊനമ്പത്തി ബീവിനെ എജ്ജ് വിളിക്കണത്, എന്തായാലും എന്നെക്കാൾ യോഗ്യത എനിക്കാണ്. ഓൻ പറയില്ലേ കയറിയിട്ട് സ്റ്റേജിൽ? അതുകൊണ്ടല്ലേ ഒരു സക്കാഫിയും ഫൈസും ദാരിമിയും ഒന്നും പറയാത്ത? എങ്ങനെ ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ്, പറയാൻ കഴിയില്ല. അള്ളാഹുവിനെ മാത്രം വിളിക്കുന്ന ഒരാൾക്കല്ലാതെ തൗഹീദ് പറയാൻ പബ്ലിക്കിൽ ജനങ്ങളോട് പറയാൻ അവകാശമില്ല, ഒരാൾക്കും അവകാശമല്ല. അത് വലിയൊരു പോയിന്റാണ്, നിങ്ങൾ മനസ്സിലെടുക്കണം. അതുകൊണ്ടാണ് അവരോടൊക്കെ ഇവിടുത്തെ ഖുറാഫാത്തിന്റെ ആളുകൾക്ക് ദേഷ്യം. എന്തുകൊണ്ടാണ്? ഈ ഒരു സംഗതി കൊണ്ടാണ്. പക്ഷേ ലോകം മുഴുവനും കേൾക്കുന്നത് അവരെയാണ്. സൂര്യനെയും ചന്ദ്രനെയും ചൂണ്ടിക്കാണിച്ച് എനിക്ക് അത്ഭുതം തോന്നിയൊരു പോയിന്റ് പറയാൻ ഞാൻ സ്ഥിരുദ്ധരിക്കുന്നതാണ്. പക്ഷെ അതിന്റെ വേറൊരു തലമാണ് ഞാൻ പറയുന്നത്. 260 കോടി ക്രിസ്ത്യാനികളുണ്ട് ലോകത്ത്. 260 കോടി ക്രിസ്ത്യാനികൾ. അവരെല്ലാം യേശുവിനെ ആരാധിക്കുന്ന ആളുകളാണ്. ഈ 260 കോടി ക്രിസ്ത്യാനികൾ ബുദ്ധിജീവികൾ, ശാസ്ത്രകാരന്മാർ, മഹാപണ്ഡിതന്മാർ, ഡോക്ടറേറ്റ് നേടിയവർ യേശുവിനെ വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ലോകത്തിലെ ഒരു സൃഷ്ടിയും, മനുഷ്യനല്ലാത്ത ഒരു സൃഷ്ടിയും യേശുവിനെ ആരാധിക്കുന്നില്ല. ഒരു പാമ്പും, നിങ്ങൾ ചിന്തിക്കും, ഒരു പാമ്പും സൂര്യനും ചന്ദ്രനും ഒന്നും യേശുവിനെ ആരാധിക്കുന്നില്ല. മൊയ്തീൻ ഷെയ്ഖിനെ വിളിക്കുന്ന ഒരു ജന്തുവും ലോകത്തില്ല. ശ്രീരാമനെയും ശ്രീകൃഷ്ണനെയും വിളിക്കുന്ന ഒരു സൃഷ്ടിയും ലോകത്തില്ല. സൂര്യനെ മനുഷ്യരാരാധിക്കുന്നു, സൂര്യൻ മനുഷ്യനെ ആരാധിക്കുന്നില്ല. പാമ്പിനെ മനുഷ്യരാരാധിക്കുന്നു, പാമ്പ് മനുഷ്യരെ ആരാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ഖുർആനിൽ
സൃഷ്ടികളെ പറ്റി പറഞ്ഞപ്പോ ഖുർആൻ മനോഹരമാക്കി കളഞ്ഞു. അള്ളാന്റെ ഗ്രന്ഥം ദൈവികാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാത്. എന്താണെന്നറിയ നിങ്ങൾ നോക്കൂ, സൂറത്ത് ഹജ്ജിലാണ് ആ വാചകം ഉള്ളത്. അലം തറ അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ് വശംസു വൽ ഖമറു വൻ നുജൂമു വൽ ജിബാലു വസ്സജർ വസ്സജറു വദ്ദവാബ് വകസീറും മിനൻ നാസ് വകസീറും മിനൽ ഹഖ്. ആയത്തിനെ ശ്രദ്ധിച്ചു നോക്കിയേ, 22-ാം അധ്യായം 18. അതിന്റെ തുടക്കം ഒന്ന് കേട്ടു നോക്ക്. അലം തറ അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ് വശംസു വൽ ഖമറു വൻ നുജൂമു വൽ ജിബാലു വസ്സജറു വദ്ദവാബ് വകസീറും മിനൻ നാസ്. അവിടെ എത്തിയപ്പോ ഒരു വല്ലാത്തൊരു വ്യതിയാനം. അള്ളാന്റെ വാചകത്തിന് ഒരു മാറ്റം കണ്ടങ്ങള്. ആദ്യം എന്താ പറയുന്നത്? അവർ കാണുന്നില്ലേ? അലം തറ അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ്. ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളതെല്ലാം അള്ളാഹുവിന് പ്രണാമം അർപ്പിക്കുന്നത് അവർ കാണുന്നില്ലേ? സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഗാലക്സികളും സൗരയൂഥങ്ങളും കാട്ടാറുകളും കാനനങ്ങളും ജന്തുക്കളും പക്ഷിമൃഗാദികളും വൃക്ഷലതാദികളും എല്ലാം അള്ളാഹ്ക്ക് സുജൂദ് ചെയ്യുന്നവർ കാണുന്നില്ലേ എന്ന് ചോദിച്ചിട്ട് പിന്നെ പറയുന്നത് എന്താ അറിയോ? വകസീറും മിനൻ നാസ്. എന്താ അവിടെ എത്തിയപ്പോ മനുഷ്യരില് കുറെ ആളുകളും. എന്താ മനുഷ്യരിൽ മാത്രം എത്തിയപ്പോ അങ്ങനെ ആയത്? ഈ മനുഷ്യൻ എന്ന മഹാബുദ്ധിജീവിയല്ലാതെ ഈ വിവരക്കേട് ലോകത്ത് ഒരു സൃഷ്ടിയും ചെയ്യുന്നില്ല. ശരിക്കും ചിന്തിക്കും. നിങ്ങൾക്ക് പോയിന്റ് മനസ്സിലായോ?